ഈ സ്വർണ്ണക്കടത്ത്. ആ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട തൊണ്ടി സാധനമായിട്ടുള്ള ദ്വാരപാലക ശില്പം എന്തിനു വേണ്ടി ധൃതിയായി അവിടെ പ്രതിഷ്ഠിച്ചു? ഇനി അത് ഇളക്കി മാറ്റണ്ടേ? ഇനി വരാൻ പോണ കാലം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അടുത്ത 16-ാം തീയതി വൈകുന്നേരം നട തുറക്കുകയാണ്. വൃശ്ചിക മാസത്തിലെ പൂജകൾക്കായി നട തുറക്കുകയാണ്. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ 41 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടി സാധിക്കും. ഈ ബാംഗ്ലൂരുള്ള കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിലുള്ള കമ്പനിയെ സുപ്രീം കോടതിയിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോയി താൽക്കാലിക സ്റ്റേ വാങ്ങിച്ചു. ആ സ്റ്റേ കൊടുത്തപ്പോ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ശബരിമല വിഷയം വീണ്ടും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് കെ ജയകുമാർ അധികാരത്തിലേൽക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ? ഇത് സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പായിട്ട് കുറ്റവാളിയെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയല്ലേ സർക്കാർ കാണിക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാർ ഈ ഭാഗത്ത് കാണിക്കുന്നത് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വർണ്ണപ്പാളി വിവാദത്തിൽ നമ്മൾ ആരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യം, ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരിക്കൊണ്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഉന്നതർ ശ്രമിക്കുന്നത്. ഇതിന് ഹൈക്കോടതി തന്നെ പരാമർശിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബന്ധം, സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധം ഇതിനകത്തുണ്ട് എന്ന് ഹൈക്കോടതി പോലും നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോഴേ BJP ആവശ്യപ്പെടുന്നത് ഒരു CBI അന്വേഷണമാണ്. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർണ്ണപ്പാളി ആയിരുന്ന സ്വർണം പൊതിഞ്ഞ വസ്തു ആ കതവുകൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡാണ് അതിനകത്ത് എഴുതിയത് ചെമ്പുപാളി എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാനുണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ നിയമാനുസൃതമായി കൊണ്ടുപോകേണ്ട ആൾക്കാർ, ഉദ്യോഗസ്ഥർ, അവിടുത്തെ സ്മിത്ത്, ഇങ്ങനെയുള്ള ആൾക്കാർ വേണം. തേർഡ് പേഴ്സൺ അത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ബോധപൂർവം എന്ത് ചെയ്യുന്നു? ചെമ്പ് പാളി എന്ന് ദേവസ്വം ബോർഡാണ് സർക്കുലർ ഇറക്കുന്നത്. അത് എന്റെ അർത്ഥം എന്ന് പറയുന്നത്, കാലേക്കൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു ഗൂഢാലോചന നടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻവിധി, ആ തീരുമാനം മുൻപേ എടുത്തിരിക്കുന്നു. അതാണ് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പമാകട്ടെ, കഥ ആകട്ടെ, അതിനെയൊക്കെ ചെമ്പെന്നവർ എഴുതിയത്. ഇതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തു. അപ്പോ ഇതിന്റെ ക്രൈം തുടങ്ങുന്നത് എവിടെയാണ്? ഉദ്യോഗസ്ഥരിൽ നിന്നല്ല, മറിച്ച് ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കളിൽ നിന്നാണ്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഗിമ്മിക്ക് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവേണ്ട മറ്റൊരു കാര്യം, 13-ാം തീയതി ഈ ബോർഡിന്റെ കാലാവധി തീരുകയാണ്. നമുക്കറിയാം, പമ്പയിൽ നടന്ന സംഗമത്തിന്റെ പേരിൽ ഹൈക്കോടതി പറഞ്ഞു ഒരു കാരണവശാലും ദേവസ്വത്തിന്റെ ഒരു പൈസ പോലും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ അറിയാൻ വേണ്ടി സാധിച്ച, ദ്രുതഗതിയിൽ അന്ന് നടന്ന 8 കോടി രൂപ വകമാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. ആ 8 കോടി രൂപ പരസ്യത്തിന്റെ പേരിൽ നഷ്ടത്തിൽ പോടുന്ന കേരള ബാങ്കിൽ നിന്ന് 1 കോടി രൂപ, അതുപോലെ ധനലക്ഷ്മിയിൽ നിന്ന് 2 കോടി, ഇതെല്ലാം എടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ കൊടുത്തുകൊണ്ട് ഈ പമ്പാ സംഗമത്തിന്റെ പൈസ കൊടുത്ത് തീർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ അധിക ബാധ്യത ദേവസ്വം ബോർഡ് ഉണ്ടാക്കി പോകുന്നു. 2007 നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ലുണ്ട് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം. ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, എല്ലാത്തിനെയും സംബന്ധിച്ചിട്ട് ആ ബില്ലിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ നഷ്ടം വരുത്തിക്കൊണ്ട് പോയാൽ ആ നഷ്ടത്തിന്റെ തുക പിടിക്കേണ്ടത് നിലവിലെ ബോർഡ് മെമ്പർമാരും ബോർഡ് ഭരണസമിതി അംഗങ്ങൾക്കാണ്. അവരിൽ നിന്നും പിടിക്കുവാനുള്ള ഉത്തരവാദിത്തം ഹൈക്കോടതിക്കുണ്ട് എന്ന് ബോർഡ് പറയുന്നു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകുമോ? ഇവിടുത്തെ വാസവൻ തയ്യാറാകുമോ? ഇവിടുത്തെ മുഖ്യമന്ത്രി തയ്യാറാകുമോ? ഞങ്ങൾ ചോദിക്കേണ്ടത്. അപ്പൊ ഇതിലെല്ലാം ദുരൂഹതയാണ്. 100% ദുരൂഹതയിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? അതിനെ ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് ഹൈക്കോടതിയുടെ അറിവോടുകൂടിയാണ് ചെയ്യേണ്ടത്. ഞാൻ കേൾക്കട്ടെ, ദ്വാരപാലക ശില്പം ഇത്രയും വിഷയമുണ്ടായി. ആ വിഷയമുണ്ടായ സമയത്ത് തിരിച്ചു കൊണ്ട് വയ്ക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഹൈക്കോടതി അറിയിച്ചു. എന്തുകൊണ്ട് ദ്രുതഗതിയിൽ ഈ ദ്വാരപാളികൾ അവിടെ വെച്ചു? നമുക്കറിയാം, കേരളം മൊത്തവും രാജ്യം മൊത്തവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമായിരുന്നു ശബരിമലയുടെ ഈ സ്വർണ്ണക്കടത്ത്. ആ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട തൊണ്ടി സാധനമായിട്ടുള്ള ദ്വാരപാലക ശില്പം എന്തിനു വേണ്ടി ധൃതിയായി അവിടെ പ്രതിഷ്ഠിച്ചു? ഇനി അത് ഇളക്കി മാറ്റണ്ടേ? ഇനി വരാൻ പോണ കാലം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അടുത്ത 16-ാം തീയതി വൈകുന്നേരം നട തുറക്കുകയാണ്. വൃശ്ചിക മാസത്തിലെ പൂജകൾക്കായി നട തുറക്കുകയാണ്. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ 41 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടി സാധിക്കും. ഈ ശാസ്ത്രീയ പരിശോധന എന്തുകൊണ്ടാണ്? അതും ഹൈക്കോടതി പറഞ്ഞു. ശാസ്ത്രീയ പരിശോധന പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? ലാഗാകുന്നു, താമസിക്കപ്പെടുന്നു എന്ന് ഹൈക്കോടതി പരാമർശമുണ്ടായി. ഇതുവരെ ശാസ്ത്രീയ പരിശോധന നടത്താൻ തയ്യാറായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ഈ സർക്കാർ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതുകൊണ്ടാണ് BJP ആവശ്യപ്പെടുന്നത് ഇത് CBIയുടെ അന്വേഷണം വേണം. ഇത് സംസ്ഥാന പോലീസ്, ഈ സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ ഇതിന്റെ അന്വേഷണം ഒരു ഗതിയിലും എത്താതെ നിരവധി അന്വേഷണങ്ങൾ പോയതുപോലെ ഈ അന്വേഷണവും
പോവും. അതിനുള്ള കാലാവധിയാണ് ഞാൻ പറഞ്ഞത്. ഈ ശാസ്ത്രീയ പരിശോധന ഒന്നും നടക്കാതെ ഇത് ലാഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. ഇപ്പൊ പോറ്റി അല്ലാന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. പക്ഷെ പോറ്റിക്ക് പിന്നിൽ പക്ഷെ വലിയൊരു ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. അത് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ദേവസ്വം ബോർഡ് ഇത്രയും ഒരു തിരുത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഉദ്യോഗസ്ഥർക്കപ്പുറം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി കൊടുത്ത ആരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരുമല്ലേ. ദേവസ്വം ബോർഡ് കൂടിയിരുന്ന് തീരുമാനിക്കപ്പെട്ടത് പ്രകാരമാണ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം ചെയ്തത്. അപ്പം ഈ വ്യക്തികൾ തമ്മിലുള്ള നേരത്തെ ഇരുന്ന വാസു ആകട്ടെ, പത്മകുമാർ ആകട്ടെ, പ്രശാന്ത് ആകട്ടെ, ഒരാൾക്ക് പോലും ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത ഉത്തരവ് പ്രകാരമാണ് അവിടെ പറയുന്നത്. ഇനി ഞാൻ കേൾക്കട്ടെ, ഹൈക്കോടതി എന്താ പറഞ്ഞത്? അവിടെ മിനിറ്റ്സ് പോലും ശരിയായ വണ്ണം രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ വരുന്ന ഭണ്ഡാര വകകൾ അത് രേഖപ്പെടുത്തിയിട്ടില്ല. സ്വർണം അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള വസ്തുക്കൾ അവിടെ വരുന്നു, ഇതൊന്നും രേഖപ്പെടുത്തില്ല. അപ്പൊ ഈ പത്മകുമാറിന്റെയും വാസുവിന്റെ ഒക്കെ പണി എന്താണ്? കട്ടോണ്ട് പോവുക എന്നുള്ളതല്ലേ പണി? അത് നേരാവണ്ണം സൂക്ഷിക്കാനാണെങ്കിൽ അത് കൃത്യമായിട്ട് ലെഡ്ജറിൽ കാണൂലേ, മിനിറ്റ്സിൽ കാണൂലേ, എന്ത് ചെയ്യുന്നു എന്ന് മിനിറ്റ്സ് കാണില്ലേ? ഇതൊന്നിലുമില്ല, ഒന്നുമില്ല, രേഖകളൊന്നുമില്ലാത്ത ശബരിമല. യഥാർത്ഥത്തിൽ സത്യത്തിൽ ഈ LDF-കാർ, ദേവസ്വം ബോർഡിലെ മെമ്പർ ഉൾപ്പെടെ, ദേവസ്വം ബോർഡ് മന്ത്രിമാർ ഉൾപ്പെടെ ഈ സർക്കാർ ചെയ്തത് പണ്ട് ഔറംഗസീബ് എങ്ങനെയാണോ ക്ഷേത്രങ്ങൾ തകർത്തത് അതുപോലെ ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള അഭിനവ ഔറംഗസീബുമാരായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുകയാണ്. ഇപ്പോ ഈ മുഖ്യമന്ത്രി അതായത് തന്റെ അണികളെ മൊത്തത്തിൽ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ ഒരു കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും? ഇപ്പൊ ഇങ്ങനെ അവസാനം വെച്ചിട്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടു, എല്ലാവരും തന്റെ മന്ത്രിമാരെല്ലാവരും രക്ഷപ്പെടുത്തി, മുഖ്യമന്ത്രി കൈ കഴുകി. അങ്ങനെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെയല്ലേ എല്ലാ അമ്പലങ്ങളിലും ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള കൊള്ളകൾ നടന്നു? തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തു വരുന്ന ഇപ്പൊ ഗുരുവായൂർ അമ്പലമായിരുന്നാലും ശബരിമലയായിരുന്നാലും അങ്ങ് ബാലുശ്ശേരി കോട്ടയായിരുന്നാലും വൈക്കം ക്ഷേത്രമായിരുന്നാലും ഇതെല്ലാം കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഔറംഗസീബുമായിട്ട് താരതമ്യപ്പെടുത്തിയത്. കാരണം അഭിനവ ഔറംഗസീബ് എന്ന് പറയാനുള്ള കാരണം എല്ലാം കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു ക്ഷേത്രങ്ങളെല്ലാം. അപ്പൊ ഞങ്ങൾ എത്ര കൊള്ള നടത്തിയാലും ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൊള്ളക്കാരുടെ തലവനുണ്ട്, ഞങ്ങൾക്കൊരു തലവനുണ്ട്. ആ തലവൻ ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളികേര ടെൻഡർ ശബരിമലയിൽ ഈ വൃശ്ചിക മാസത്തിന് വേണ്ടി വിളിച്ചു. ബാംഗ്ലൂരിലുള്ള കമ്പനി, ആ കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ആ കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒന്നും ചെയ്യാതിരുന്ന കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പുതിയ റീടെൻഡർ വിളിക്കാനുള്ള ഇത് വന്ന സമയത്ത് എന്താണ് ചെയ്തത്? ദേവസ്വം ബോർഡ് ചെയ്തത്, ബാംഗ്ലൂരുള്ള കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിലുള്ള കമ്പനിയെ സുപ്രീം കോടതിയിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോയി താൽക്കാലിക സ്റ്റേ വാങ്ങിച്ചു. ആ സ്റ്റേ കൊടുത്തപ്പോ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറായില്ല. അപ്പൊ നാളികേരം ടെൻഡർ വിളിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള കച്ചവടം ഉണ്ടായി. ആ കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിക്ക് തന്നെ കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. ആ തീരുമാന പ്രകാരമാണ് ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ പോലും ധിക്കരിച്ചുകൊണ്ട് നാളികേരം അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ രണ്ടാമത് റീടെൻഡർ വെക്കുമ്പോൾ കേരളത്തിനകത്തുള്ള നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇതിനെക്കാട്ടിയും ആ ബാംഗ്ലൂരുള്ള കമ്പനി കോട്ടിയതിനെക്കാട്ടിയും ഉയർന്ന വിലയ്ക്കുള്ള ടെൻഡറാണ് കോട്ടിയിട്ടുള്ളത്, അവർക്ക് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഭാഗത്ത് അവിടെ നെയ്യ് അഭിഷേകത്തിനുള്ള നെയ്യ് മുതൽ ഇങ്ങറ്റം വരെ എല്ലാത്തിലും കച്ചവടം. ആ കച്ചവട താല്പര്യമായി കച്ചവട മേഖലയാക്കി ശബരിമലയെ മാറ്റിയിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു പുതിയ നേരത്തെ അദ്ദേഹം അവിടെ ചെന്ന് ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്ന് 7 ദിവസം ഉള്ളപ്പോൾ അവിടെ പുതിയ പ്രസിഡന്റാക്കി വെച്ചത് കൊണ്ട് ഇന്നലെ വരെ നടന്ന കള്ളക്കടത്തുകൾക്കും സ്വർണ്ണക്കടത്തുകൾക്കും കച്ചവടങ്ങൾക്കും എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ രേഖകൾ അപ്രത്യക്ഷമാക്കിയ രേഖകൾ നമുക്കറിയാം. സ്വർണ്ണക്കടത്ത് നടന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് വെക്കുന്ന ഭാഗം കത്തിച്ചു. നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. അതുപോലെയാണ് ഇതും ഈ സർക്കാരിന്റെ കാലത്തുള്ള വലിയൊരു സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ ദേവസ്വം ബോർഡിൽ രേഖകളില്ല എന്ന് പറയുന്നു. അപ്പം എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ഈ രേഖകൾ പുനഃസൃഷ്ടിക്കപ്പെടുമോ പുതിയ ആൾ വന്നതുകൊണ്ട്? ഒരിക്കലുമില്ല. ഇത് ബോധപൂർവമായിട്ട് ഈ വിഷയം ഇവിടെ അണയാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ, നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവച്ച് ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാമെന്ന് ഈ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ്. അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ഇത് വിശ്വാസവും വിശ്വാസ സംരക്ഷണവും തമ്മിലുള്ള വിശ്വാസികളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് അസ്തമിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ശക്തമായിട്ട് ഈ അന്വേഷണം കൊണ്ടുപോകും. ഹൈക്കോടതി നേരിട്ട് CBI അന്വേഷണത്തിലേക്ക് ഇത് വിടണം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണം മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുതയും ഉന്നതരെ പിടികൂടാനും വേണ്ടി സാധിക്കുകയുള്ളൂ. വീണ്ടും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അവരുടെ അണികളും ജയിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ കേരളത്തിൽ. എന്തുകൊണ്ട് BJP ചെയ്യാൻ കഴിയുന്നത്? BJP കേരളക്കരയിൽ കാണാൻ പോകുന്നത്, കേരളക്കരയിൽ തുടങ്ങാൻ പോകണമെന്നല്ലേ ഉള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കേരളക്കരയിൽ താമരക്കരയാക്കി മാറ്റും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ജനങ്ങൾക്ക് ഇന്ന് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട്. നമുക്കറിയാലോ,
കഴിഞ്ഞ കാലഘട്ടത്തിൽ കിറ്റും പൈസയും കൊടുത്തു. ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും കിറ്റും പൈസയും കൊടുക്കുന്നു. ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയാൽ ജീവനോടെ പോകുന്ന വ്യക്തി മരണക്കിടക്കയിൽ മരിച്ച് തിരിച്ച് ബോഡി കൊണ്ടുപോകുന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുകയില്ലേ? ഈ സർക്കാർ ഇനി എത്ര രൂപ കൊടുത്താലും വീട്ടിലൊരാൾ മരിക്കുമ്പോൾ കൊണ്ട് പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ അവരെ ദുഃഖം മാറുമോ? ഇല്ലല്ലോ. അപ്പം ഇതിനൊക്കെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് നിലംപരിശാകണം. ഈ ഗവൺമെന്റ് CPM കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം രാജ്യത്തുള്ള എവിടെ ഭരിച്ചിട്ടുണ്ടോ അതെല്ലാം മോശമാണ്, ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല, അഴിമതിയാണ്, കെടുകാര്യസ്ഥതയാണ് എന്ന് ഇന്ന് ജനം മനസ്സിലാക്കുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തുന്ന അഴിമതി രഹിതമായിട്ടുള്ള വികസനത്തിലൂന്നിയ പ്രവർത്തനം, അതാണ് ഇന്ന് ജനങ്ങളും പുതിയ തലമുറയും കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ വന്ദേ മാതരം ട്രെയിനിൽ കണ്ടാൽ കൊച്ചു കുട്ടികൾ പോലും, ന്യൂ ഇന്ത്യയാണ്, കൊച്ചു കുട്ടികൾ പോലും ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ട് പുതിയ ഇന്ത്യക്കായിട്ടുള്ള മുന്നേറ്റത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് CPMന്റെ എന്നും ജൽപ്പന രാഷ്ട്രങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും ജനങ്ങളുടെ ചിന്താഗതി മാറിയ കാര്യം.